വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എം ജി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റു യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ കൂടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് എം ജി യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ജസ്റ്റ് മുകളിൽ കാണിച്ച അതേ രീതിയിൽ cap.mgu.ac. എന്നൊരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് രണ്ടാമത് കാണുന്ന ലിങ്ക് വഴി, അതായത് PGCAP 2025 ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജസ്റ്റ് മുകളിലുള്ള 6-3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് ലിങ്ക് വഴി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളെയും, അതായത് എം ജി യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുകയാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടക്കുക എന്നുള്ളത്. അതായത് അലോട്ട്മെൻറ്റ് എത്രാമത്തെ ഓപ്ഷൻ ആണെങ്കിലും നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ ആയിട്ടുള്ള, അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ 1485 രൂപ, അതായത് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ 1485 രൂപയും, ഇനി അതോടൊപ്പം തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അത്തരത്തിൽ വിദ്യാർത്ഥികൾ 1795 രൂപയുമാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ ആയിട്ട് ഒന്നാമതായിട്ട് അടക്കേണ്ടത്. ഇനി SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ 30 രൂപയാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ നിർബന്ധമായിട്ടും അടക്കണം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത്തരത്തിൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ മാത്രമാണ് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ഡേറ്റ് 26/6/2025 അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റും 26/6/2025 വൈകിട്ട് 4 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലിങ്ക് വഴി നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. ആ പറയുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സഹിതം വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് 26/6/2025 നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ ഒന്നാമത് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ കോളേജിൽ നേരിട്ട് പോയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികൾക്കും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഉദാഹരണത്തിന് മൂന്നാമത് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥിയാണെങ്കിൽ 1-2 ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികളൊന്നും നേരിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം കോളേജിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇനി അത്തരത്തിൽ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് കോളേജിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ കോളേജിൽ ഇൻഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കോളേജിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ടെമ്പററി അഡ്മിഷൻ കോളേജിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഉടൻ തന്നെ കോളേജുമായി ബന്ധപ്പെട്ട് 26/6/2025 നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടിയാൽ മാത്രമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ കൺഫേം ആവുകയുള്ളൂ. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ നേരിട്ട് പോയിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ ജസ്റ്റ് കോളേജിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇനി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ മറ്റു ട്യൂഷൻ ഫീ ഉൾപ്പെടെയുള്ള സെമസ്റ്റർ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്ന് ദിവസം കോളേജിൽ നിങ്ങൾ അടക്കണം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് എമൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നേരിട്ട് പോയിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പോയിട്ട് അഡ്മിഷൻ സമയം നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക. അപ്പോൾ എന്തായാലും അഡ്മിഷൻ റിപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട ഡേറ്റ് ശ്രദ്ധിക്കുക, 26/6/2025 ലാസ്റ്റ് ഡേറ്റ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും പിന്നീട് അഡ്മിഷൻ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിൽ കൃത്യമായിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്തവരും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ഈ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. എന്തായാലും 26/6/2025 ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ആ സമയത്ത് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാൻ, പരമാവധി നിങ്ങൾ സുഹൃത്തു കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.